നാവിന്റെ ഇടതുഭാഗത്തായി ഒരു പുണ്ണിന് ചികിത്സ തേടിയ 48-കാരൻ അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിലായ ചികിത്സാ പിഴവിനെ കുറിച്ചുള്ള ഡോക്ടറുടെ കുറിപ്പ് ചർച്ചയാകുന്നു. നാവിലെ ചെറിയ പുണ്ണ് നോൺ ഹീലിംഗ് അൾസറാണെന്ന തിരിച്ചറിവിലാണ് രാജൻ എന്ന 48-കാരൻ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ വെച്ച് ശസ്ത്രക്രിയ നടത്തുകയും ആരോഗ്യവാനായതിനെ തുടർന്ന് ആശുപത്രി മുറിയിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില പിന്നീട് വഷളാവുകയുമായിരുന്നു. ഈ മാസം 16-ാം തീയതിയാണ് രാജനെ സർജറിക്ക് വിധേയനാക്കിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം രാത്രിയോടെ നേഴ്സ് വന്ന വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്ത് മടങ്ങിയതോടെയാണ് രാജന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. തുടർന്ന് ബന്ധുക്കൾ നേഴ്സസ് സ്റ്റേഷനിൽ പോയി ഈ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുവെങ്കിലും അവർ വേണ്ട ശ്രദ്ധ നൽകാതെ ഇതൊക്കെ സ്വാഭാവികമാണെന്ന മട്ടിൽ പ്രതികരിച്ചുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ബന്ധുവായ ഡോക്ടർ വിജിത്ത് കുറിക്കുന്നത്. കുട്ടേട്ടൻ ഞങ്ങളെ വിട്ടുപോകുമെന്നുറപ്പാണ്. പക്ഷേ ആശുപത്രിയുടെ ഈ വീഴ്ചയ്ക്കെതിരെ ഞങ്ങൾ പോരാടും. ഡോക്ടറുടെ കുറിപ്പ് ചർച്ചയാകുന്നു. ഡോക്ടർ വിജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഒരു MVR ക്യാൻസർ സെന്റർ അപാരത. ഞാൻ മുഖപുസ്തകത്തിൽ അങ്ങനെ കാര്യമായി എഴുതാറൊന്നുമില്ല. പക്ഷേ എനിക്കും ബന്ധുക്കൾക്കുമുണ്ടായ അനുഭവം ഇനി ആ സ്ഥാപനത്തിൽ പോകുന്നവർക്ക് ഉണ്ടാകാതിരിക്കാൻ എന്നാലാകും വിധമുള്ള ഒരു എളിയ ശ്രമം. കഴിഞ്ഞ വെള്ളിയാഴ്ച 18/1/2019 രാവിലെ 7:02 ഫോൺ അടിക്കുന്നത് കേട്ടാണ് ഉണരുന്നത്. നോക്കിയപ്പോൾ മോനേട്ടൻ കോളി. ആ മോനേട്ട പറയൂ. സ്വതസിദ്ധമായ ശൈലിയിൽ മോനേട്ടൻ എവിടെ? ഞാൻ വീട്ടിലുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നിനക്ക് കോഴിക്കോട് MVRൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്താ കാര്യം മോനേട്ട? നമ്മുടെ കുട്ടേട്ടന് മിനിയാന്ന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. നാവിലൊരു ചെറിയ ക്യാൻസറിന്റെ തുടക്കമായിരുന്നു. അയ്യോ കുട്ടേട്ടനോ? എന്നിട്ട് ഇപ്പോ എന്തു പറ്റി? ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ആകെ പ്രശ്നമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിലോ? എന്താ ശരിക്കും സംഭവിച്ചത്? കുട്ടേട്ടൻ എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകളുടെ ഭർത്താവ്, എൻ്റെ അളിയൻ എന്നും പറയാം. ഇപ്പോൾ ബാംഗ്ലൂരിൽ NTROയിൽ ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സാധു മനുഷ്യൻ. അദ്ദേഹത്തിന് കുറച്ചു നാളായി നാവിന്റെ ഇടതുഭാഗത്ത് ഒരു പുണ്ണുണ്ടായിരുന്നു. ചില മരുന്നുകൾ കഴിച്ചിട്ട് മാറാതായപ്പോൾ ബാംഗ്ലൂരിൽ തന്നെയുള്ള ആയുർവേദ ഡോക്ടർമാരായ ബന്ധുക്കളെ കാണിക്കുകയും ഇതൊരു നോൺ ഹീലിംഗ് അൾസർ ആണെന്നും എത്രയും വേഗം തൃശൂർ അമലയിൽ പോയി ഓങ്കോളജി വിഭാഗത്തിൽ കാണിക്കണമെന്നും പറഞ്ഞു. നിർദ്ദേശാനുസരണം അമലയിൽ പോവുകയും ബിയോസ്പി പ്രകാരം ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി റെക്കമെൻഡേഷൻ പ്രകാരം ലേക്ക് ഷോറിൽ ഡോക്ടർ ഗംഗാധരൻ സാറിനെ കാണുകയും ചെയ്തു. അദ്ദേഹം ഇതൊരു ചെറിയ സർജറിയിലൂടെ ഭേദമാക്കാമെന്നും എന്തായാലും ഒരു PET സ്കാൻ എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു മടക്കി അയച്ചു. അവിടെ ആ സ്കാൻ ചെയ്യാൻ തിരക്ക് കാരണം കുറച്ച് ദിവസം കഴിഞ്ഞേ പറ്റുള്ളൂ എന്നറിഞ്ഞു. എത്രയും പെട്ടെന്ന് എവിടെ എടുക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് ലേക്ക് ഷോറിലെ മറ്റൊരു ഓങ്കോളജിസ്റ്റ് കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിചയമുള്ള ഡോക്ടറുണ്ടെന്നും അവർ മുഖാന്തരം ഉടനെ തന്നെ PET സ്കാൻ ലഭ്യമാക്കാമെന്നും പറഞ്ഞു. അവിടെ തന്നെ ഒരു നല്ല ഓങ്കോളജി സർജൻ ഉണ്ടെന്നും വേണമെങ്കിൽ തുടർ ചികിത്സ അവിടുന്നാകാമെന്നും ഇവിടുത്തെ അത്ര തിരക്കുണ്ടാകില്ലെന്നും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 9-ാം തീയതി സ്കാൻ ചെയ്യുകയും 11-ാം തീയതി റിസൾട്ട് ലഭിക്കുകയും ചെയ്തു. ഓങ്കോളജി സർജൻ ഡോക്ടർ ശ്യാം വിക്രം റിപ്പോർട്ട് നോക്കി നാവിന് പുറമെ ഒരു ലിംഫ് നോഡിന് കൂടെ ഉണ്ടെന്നും ഇത് ചെറിയ ഒരു സർജറിയിലൂടെ നീക്കാമെന്നും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 15-ാം തീയതി സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവുകയും മുന്നോടിയായുള്ള എല്ലാ പരിശോധനകളും ചെയ്യുകയും ചെയ്തു. 16-ാം തീയതി കാലത്ത് സർജറി ചെയ്യുകയും അത് പരിപൂർണമായി വിജയിച്ചു. അതേ ദിവസം വൈകിട്ടോടു കൂടി തന്നെ കുട്ടേട്ടനെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. ഒരു സർജറി കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും കുട്ടേട്ടന്റെ മുഖത്തില്ലായിരുന്നു. ചെറുതായി സംസാരിക്കുകയും പത്രം വായിക്കുകയും TV കാണുകയും ഒക്കെ ചെയ്തു. അടുത്ത ദിവസം കാലത്തും വൈകിട്ടും ഡോക്ടർ വരികയും ഒരു കുഴപ്പവുമില്ല, 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോകാമെന്നും അറിയിച്ചു. ഇനിയാണ് ഇത് എഴുതാൻ പ്രേരകമായ സംഭവങ്ങൾ. രാത്രിയോടുകൂടി ചെറുതായി തൊണ്ടയിൽ വേദനയും എന്തോ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ തുടങ്ങുകയും തൊട്ടടുത്തുള്ള നേഴ്സസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അവർ വന്ന് വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതോടൊപ്പം ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ 2-3 ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ആ കുഞ്ഞു മാലാഖ മന്ത്രിച്ചു. എന്നാൽ 12 മണി കഴിഞ്ഞപ്പോഴേക്കും വേദനയും ബുദ്ധിമുട്ടുകളും കലുഷമാവുകയും കുട്ടേട്ടൻ തന്നെ നേഴ്സസ് സ്റ്റേഷനിൽ പോയി ഈ ബുദ്ധിമുട്ടുകൾ പറയുകയും ചെയ്തു. അപ്പോഴും ആ നേഴ്സ് വേണ്ട ശ്രദ്ധ കൊടുക്കാതെ ഇതൊക്കെ സ്വാഭാവികമാണെന്ന മട്ടിൽ പ്രതികരിച്ചു. ഏതാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും അതേസമയം കൂടെ ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാർ 3-ലധികം തവണ നേഴ്സസ് സ്റ്റേഷനിൽ അടിയന്തര വൈദ്യസഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു.
ഒരു തവണ ഈ നേഴ്സ് മുറിയിൽ വന്നപ്പോൾ എന്താ മുറിയിൽ ഒന്നിലധികം ആള് നിൽക്കുന്നതെന്നും നല്ല ഒരാളെ കാണാൻ പാടുള്ളൂവെന്നും ഉച്ചത്തിൽ ആക്രോശിച്ചു. 4 മണിയോടുകൂടി ശ്വാസം കിട്ടാതെ സ്വന്തം തലമുടി പിടിച്ചു വലിച്ചും കഴുത്തിലുള്ള സർജറി ചെയ്ത തുന്നലിലൂടെ രക്തം സ്രവിക്കുമ്പോഴും മുഖത്തും കഴുത്തിലും നീര് വന്ന് വീർത്തു ശ്വാസത്തിനായി കേഴുമ്പോഴും അടിയന്തര വൈദ്യസഹായം ആ ദൈവത്തിന്റെ മാലാഖ നൽകുകയോ ഡോക്ടർമാരെ വിളിക്കുകയോ ചെയ്തില്ല. അതിനുശേഷം നിന്ന നിൽപ്പിൽ മൂത്രം പോവുകയും രക്തം ഛർദ്ദിക്കുകയും ചെയ്ത് രോഗി പിന്നിലോട്ട് വീണപ്പോഴാണ് അവർ അടിയന്തര സഹായത്തിനായി ഡോക്ടറെ വിളിക്കുകയും കോഡ് ബ്ലൂ ആവശ്യപ്പെടുകയും ചെയ്തത്. 4:29 ഡോക്ടർ വരുമ്പോൾ പരിപൂർണമായും ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ പ്രിയ കുട്ടേട്ടൻ. തുടർന്ന് കോഡ് ബ്ലൂ ടീം കൂട്ടിരിപ്പുകാരെ പുറത്താക്കുകയും മുൻപ് നൽകേണ്ടിയിരുന്ന അടിയന്തര വൈദ്യസഹായം നൽകുകയും ഉടൻ തന്നെ ഐസിയുവിലേക്ക് മാറ്റുകയും ചെയ്തു. CPR ആൻഡ് ട്രാക്കോട്ടോമി ചെയ്ത് ഫുൾ വെന്റിലേഷൻ ഉടൻ തന്നെ നൽകുകയും ചെയ്തതിനു ശേഷമാണ് പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. ഇന്ന് 23/1/2019 ഈ സമയത്തും അവയവങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞു വന്നു അതേ അവസ്ഥയിൽ തുടരുകയാണ്. ആ ദൈവത്തിന്റെ മാലാഖയ്ക്ക് കുറച്ചു മുൻപ് ആ അടിയന്തര വൈദ്യസഹായമോ ഡോക്ടറെയോ വിളിക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഞങ്ങളുടെ കുട്ടേട്ടൻ ചിരിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. വെള്ളിയാഴ്ച 18/1/2019 ഉച്ചയോടുകൂടി ഞങ്ങളുടെ അപേക്ഷ പ്രകാരം കറന്റ് സ്റ്റാറ്റസ് ഓഫ് പേഷ്യന്റ് വിത്ത് ഹിസ്റ്ററി ICUവിൽ നിന്നും ലഭ്യമായി. അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: കാർസിനോമ ടങ് ലെഫ്റ്റ് സൈഡ്, പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ്, പോസിബിൾ ഹൈപ്പോക്സിക് ഇസ്നോമിക് എൻസെഫലോപ്പതിക്. 5:30 45 മിനിറ്റ് ഹൃദയസ്തംഭനമുണ്ടായിരുന്നു. GCS വാസ് EIMIVT. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നത് പോലെ 72 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ എന്നും ഡോക്ടർമാരും അറിയിച്ചു. 5:30 45 മിനിറ്റ് ഹൃദയസ്തംഭനമുണ്ടായെന്നും GCS വാസ് E1M1VT. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നത് പോലെ 72 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ എന്നും ഡോക്ടർമാർ അറിയിച്ചു. എന്നാലും ശുഭപ്രതീക്ഷ കൈവിടാതെ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും ഡോക്ടർ ഗോകുൽദാസിനും കണ്ണൂർ ഡോക്ടർ സുജിത് ഓവല്ലോത്തിനും അയച്ചു കൊടുത്തു. എല്ലാവരും ഒരേ സ്വരത്തിൽ ബ്രെയിൻ ഡെത്ത് ഉണ്ടായതായി സ്ഥിരീകരിച്ചു. തുടർന്ന് ചികിത്സയ്ക്ക് സാധ്യതയില്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. വെള്ളിയാഴ്ച കാലത്തും വൈകിട്ടും ശ്യാം ഡോക്ടറും ICU ഡോക്ടറും കൂടി കാര്യങ്ങൾ വിശദീകരിച്ചു തന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ട സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിട്ട് കൂടി അടിയന്തര വൈദ്യസഹായം ലഭ്യമായില്ല എന്ന് പറഞ്ഞത് അവർ ചെവിക്കൊണ്ടില്ല. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടി കോഴിക്കോടെത്തിയ ഞാൻ കാലത്ത് തന്നെ ഡോക്ടർമാരെ കണ്ട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ തന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ആ അവസ്ഥ ആ ഡോക്ടർമാരുടെ മുഖത്ത് എഴുതി വെച്ചിരുന്നു. നെഗ്ലിജിയൻസ് അല്ലാതെന്ത് പറയാൻ. ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നാരായണൻകുട്ടി വാര്യരെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബോംബെയിലാണെന്നും ഏതാനും ദിവസം കഴിഞ്ഞേ വരുമെന്നും പറഞ്ഞു. പിന്നെ CEO ആയ ഡോക്ടർ ഇക്ബാൽ സാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴും ഏതാനും ദിവസം കഴിഞ്ഞേ വരൂ എന്ന അതേ മറുപടിയാണ് ലഭിച്ചത്. 18-ാം തീയതി പുലർച്ചെ ആശുപത്രി അധികൃതരുടെ അടുത്തു നിന്നുമുണ്ടായ ഈ സാമാന്യ നീതി നിഷേധത്തിന് ഞങ്ങൾക്ക് മറുപടി തരേണ്ട ഉത്തരവാദിത്തപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ട് ഞങ്ങളെ കാണുന്നത് 21/1/2019 ഉച്ചയ്ക്ക് ശേഷം, അതായത് ഏകദേശം 80 മണിക്കൂറിന് ശേഷം. അപ്പോൾ തന്നെ ഈ ആശുപത്രിയുടെ സേവനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. പോട്ടെ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ സൂപ്രണ്ട് അടക്കമുള്ളവരുടെ ഒപ്പം സംസാരിക്കാനിരുന്നത്. ഞങ്ങൾക്കുണ്ടായ നീതി നിഷേധം ചൂണ്ടിക്കാണിച്ചപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും നേഴ്സുമാർ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഡോക്ടർമാരെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് അവഹേളിക്കുന്ന മറുപടിയുമാണ് നൽകിയത്. അതിനുശേഷം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ രോഗാവസ്ഥയിൽ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ സാധിക്കുകയില്ല എന്നാണ് മറുപടി നൽകിയത്. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് കാരണമറിയാൻ അത്ര നിർബന്ധമുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ആ ഡോക്ടർ കുട്ടേട്ടന്റെ അമ്മയോട് പറഞ്ഞത്. തകർന്നുപോയി ഞങ്ങൾ. എന്തായാലും പ്രസ്തുത നിയമലംഘനം ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്കും കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഡയറക്ടർ ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി, ചെയർമാൻ, NTRO എന്നിവർക്ക് പരാതി സമർപ്പിക്കുകയും പോലീസ് നടപടിയുടെ ഭാഗമായി നിലവിലുള്ള ഹോസ്പിറ്റൽ ഫയൽ പോലീസ് നേരിട്ട് വന്ന് സീല് ചെയ്യുകയും ഉണ്ടായി. എത്ര ബുദ്ധിമുട്ടിയാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ഒരാൾക്കും ഈ ദുരന്തം ഉണ്ടാകരുത് എന്നതിനു വേണ്ടിയാണ് ഈ നിയമ പോരാട്ടം. ഇന്നോ നാളെയോ മറ്റന്നാളോ ഞങ്ങളുടെ കുട്ടേട്ടൻ ഞങ്ങളെ വിട്ടുപോകും എന്നുറപ്പാണ്. പക്ഷേ അദ്ദേഹത്തോട് കാണിച്ച ഈ അവഗണനയ്ക്കെതിരെ ഞങ്ങൾ പോരാടും. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ പോകും. ഇത് ഞങ്ങളുടെ വാക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.
നന്ദി.